Okay. Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay. Hello, lunch കഴിച്ചോ? ലഞ്ച് കഴിച്ചു. കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ? ഇല്ല. ഓക്കെ. ഹരിത. പറഞ്ഞോ മാം. മോന്റെ ബർത്ത്ഡേ ആണോ? ഇന്നാണ്. എന്തോ? ഇന്നാ മാം ബർത്ത്ഡേ. ഇന്നാ ബർത്ത്ഡേ. ഹലോ. ഇന്നാ മാം. എന്റെ വിശ്വസ് പറയൂ കേട്ടോ. പറയാം. ഓക്കെ. മാം താങ്ക് യു. ഉണ്ട് മോളുണ്ട്. കാണിക്കണോ? ഉണ്ട് മാം. ഓക്കെ. പേരെന്തായിരുന്നു? ശ്രീയാലക്ഷ്മി. എന്തോ? ശ്രീയാലക്ഷ്മി. ശ്രീയ. ഓക്കെ. ശ്രീയ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. അവളെ വിളിച്ചിടാ മതി. വിളിച്ചാൽ മതി. ഓക്കെ ഹരിത. പിന്നെന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? How are you all? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ മൺഡേ ഞാൻ ആയിരുന്നില്ല കേട്ടോ, അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. ശരി, ഒരു അഡ്ജസ്റ്റ്മെന്റ് കാരണം അങ്ങനെ മാറിയതാണേ. ഓക്കെ. ഇനി നാളെയും ഞാനാണ് ഇംഗ്ലീഷ് ക്ലാസ്സിന് പകരം എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓക്കെ ആണല്ലോ എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നു. ആക്റ്റീവ് ആണ്, ക്ലാസ്സിലേക്ക് റെഡിയാണ്. ഓക്കെ. ഹായ് സിയ. ഹായ് എവരിബഡി. താങ്ക് യു പറ. ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ഫസാന. Happy birthday. താങ്ക് യു. ഓക്കെ. ഹരിത മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അമ്മ ഇവരെ വിളിയമ്മനെ. എല്ലാവരും ജോയിൻ ആകുന്നുണ്ടല്ലോ. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗെയിൻ. അപ്പൊ പ്രതീക്ഷ ഒന്നുമില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഏത് ചാപ്റ്റർ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? ആയിരുന്നു. ക്ലിയർ ആയിരുന്നു. മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ? ഈസി ആണോ? Okay. So we move on the next chapter as ambulance services. Okay. Module 2 chapter 11 ആണ് ambulance services. ഈസി ആണല്ലോ, അല്ലെ? അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും, ഈസി ആയിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. അപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. An ambulance is a medically arranged vehicle which transports patients to treatment facilities such as hospitals. Okay, നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്, അല്ലെ? മെഡിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന, അല്ലെ, മെഡിക്കൽ പർപ്പസിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് എന്ത് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അത് മോസ്റ്റ്ലി എന്താണ് ഹോസ്പിറ്റൽസിലാണ് പൊതുവെ നമ്മൾ കാണാറ്, അല്ലാതെയും യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ മെയിൻലി എന്താണ് ആംബുലൻസ് സർവീസ് നമുക്ക് കാണുന്നത്, അല്ലെ? ഓക്കെ. Then typically out of hospital, medical care is given to the patient during the transport. Ambulances are used to react to medical emergencies by emergency medical services. They can safely transport paramedics and other first responders to the scene, carry equipment for administering emergency care, and transport patients to hospital or other definitive care. Okay.
പാരഗ്രാഫ് കേൾക്കുമ്പോൾ പേടിക്കണ്ട കേട്ടോ, സിമ്പിൾ ആണ്. അതായത് എന്താണ് ആംബുലൻസ് സർവീസ് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ പേഷ്യൻസിനാണെങ്കിലും അല്ലെ, പേഷ്യൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും ട്രാൻസ്പോർട്ട് അല്ലെ, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. ഇത് ടിപ്പിക്കലി എന്താണ് നമ്മുടെ മോസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽസിലാണ് യൂസ് ചെയ്യാറ്. സോ ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഇസ് ഗിവൺ ടു ദി പേഷ്യന്റ് ഡ്യൂറിംഗ് ദി ട്രാൻസ്പോർട്ട്. ഇനി സപ്പോസ് എങ്ങാനും പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് പേഷ്യൻസ് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കെയർ കൊടുക്കാനും നമുക്ക് ആംബുലൻസ് ത്രൂ ചെയ്യാൻ പറ്റും അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഇതെല്ലാം ആംബുലൻസിൽ വെച്ച് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലെ. മുഹമ്മദ് ഗുഡ് ആഫ്റ്റർനൂൺ. എപ്പോഴും കുറച്ച് ലേറ്റ് ആവാറുണ്ടല്ലോ. ഓൺ ടൈം. ഓക്കെ. ഓക്കെ, മുഹമ്മദ് എന്ന് പറയുന്നത് യുവതിയിലാണ് മാം. മുഹമ്മദ് മെയിൽ ഓർ ഫീമെയിൽ ആണ്? ആരാണ്? പ്രൊഫൈൽ നെയിം ആണ് മുഹമ്മദ്. ആരായിരുന്നു? പേര് എന്ന് പറയാമോ? ഹസീബ. ഓക്കെ ഹസീബ. ഹസീബ എന്ന പേര് ഞാൻ ഓർത്ത് വെക്കാം, മറക്കാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം മുഹമ്മദ് ആ നെയിം എനിക്ക് ഫെമിലിയർ ആണ്. ഇടക്കിടക്ക് ഇങ്ങനെ വൈകി വരുന്നവരൊക്കെ ഫെമിലിയർ ആണ്. സോ ഹസീബ നോക്കാം, നല്ല പേരാണ്. ഒരു വെറൈറ്റി ആണ്, ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഓർത്ത് വെക്കുമെന്നും അറിയില്ല, സംശയമാണ്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ ആംബുലൻസ് സർവീസ് ആണ് എടുക്കുന്നത്. മോഡൽ 2 ചാപ്റ്റർ 11. ഓക്കെ, അപ്പോ ആംബുലൻസ് സർവീസ് യൂസ് ചെയ്യുന്ന അറിയാലോ, നമുക്ക് മെഡിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന വെഹിക്കിൾ ആണ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ നമ്മൾ മെഡിക്കലി യൂസ് ചെയ്യുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഫോർ പേഷ്യൻസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോ പേഷ്യൻസ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മെഡിക്കൽ കെയർ ചെലവ് കൊടുക്കേണ്ടതായി വന്നേക്കാം. അതും ഈ പറയുന്ന ആംബുലൻസ് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത്. Typically, out of hospital, medical care is given to the patient during the transport. പോകുന്ന ടൈമിൽ എന്തെങ്കിലും മെഡിക്കൽ കെയർ കൊടുക്കാൻ ഈ പറയുന്ന ആംബുലൻസ് വഴി ചെയ്യാറുണ്ടല്ലോ അല്ലെ, ചെയ്യുന്നതാണ്. Ambulances are used to react to medical emergencies by emergency medical services. അതായത് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് വരാണെങ്കിൽ സോ അങ്ങോട്ടേക്ക് നമ്മള് എന്തായാലും ഇത്രയേ ഉള്ളൂ, വേറെ രീതിയിൽ പറയാം, നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും റോഡിൽ എവിടെയെങ്കിലും ആക്സിഡന്റ് ഉണ്ടായതിനു ശരിക്കും സോ ആ സിറ്റുവേഷനിലേക്ക് പോകുന്നത് ആരാണ്? ആംബുലൻസ് ആയിരിക്കും. ആംബുലൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണ് അവിടെ എത്താൻ പറ്റും അല്ലെ. ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ആംബുലൻസ് ആയതുകൊണ്ട് നമ്മൾ പൊതുവെ എല്ലാവരും എന്താണ് വഴി ഒരുക്കി കൊടുക്കുമല്ലോ. സോ പെട്ടെന്ന് നമുക്ക് എന്താണ് ആ മെഡിക്കൽ ഒരു എമർജൻസി സീനിലേക്ക് അല്ലെങ്കിൽ എമർജൻസി ആ സിറ്റുവേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് റീച്ച് ആക്കാൻ പറ്റും. സോ അതിനു വേണ്ടി നമ്മൾ ആംബുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? They can swiftly transport paramedics and other first responders to the scene. നമുക്ക് ഈ പറയുന്ന ആംബുലൻസ് വഴി തന്നെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഇപ്പോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ എമർജൻസി ആണെങ്കിൽ ആക്സിഡൻസ് എന്ത് തന്നെ എമർജൻസി ആയിക്കോട്ടെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇപ്പൊ പാരാമെഡിക്സ് എന്ന് പറയുന്നത് ഹൈലി ട്രെയിൻഡ് ആയ കുറച്ച് എന്താണ് പറയുന്ന എന്താണ് നമ്മുടെ സ്റ്റാഫ്സ് ആണ് അല്ലെ, പ്രൊഫഷണൽസ് ആണ് പറയുന്നത്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിലേക്ക് നമ്മൾ പാരാമെഡിക്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. പറയാറുണ്ടെന്നല്ല അതാണ്. ഓക്കെ, സോ അങ്ങനെയുള്ളവരെയും അതുപോലെ തന്നെ ആ സ്ഥലത്ത് വേണ്ട ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലെ, അതർ സ്റ്റാഫ്സ്, റെസ്പോണ്ടേഴ്സ് മീൻസ് അതർ സ്റ്റാഫ്സിനെയും അതുപോലെ ആ സീനിലേക്ക് മീൻസ് ആ ഒരു സിറ്റുവേഷനിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ഓക്കെ, ആ എമർജൻസി ആ ഒരു സിറ്റുവേഷനിലേക്ക് ആവശ്യമായി വരുന്ന ഈ പറയുന്ന സ്റ്റാഫ്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതിനെല്ലാം കൊണ്ടുപോകുന്നത് ഈ ആംബുലൻസ് വഴിയായിരിക്കും. ക്ലിയർ ആയോ? ആംബുലൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്പിറ്റൽ യൂസേജിന് വേണ്ടിയിട്ടാണ്, പേഷ്യൻസിനെ കെയർ ചെയ്യാനും പേഷ്യൻസിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടൈമില് എന്തെങ്കിലും സ്റ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വന്നാലും അത് ആംബുലൻസ് ത്രൂ നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനോ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാൽ എമർജൻസി ആ ഏരിയയിലേക്ക് എമർജൻസി ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സീനിലേക്ക് നമുക്ക് പറയുന്ന സ്റ്റാഫ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഈ പറയുന്ന ആംബുലൻസ് ത്രൂ ആയിരിക്കും. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? നോർമലി അറിയാവുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ.
Okay. Then the term ambulance comes from the Latin word ambulare, meaning to walk or move about, which is reference to early medical care where patients were carried by lifting or wheeling. Okay, ഈ പറയുന്ന ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡായ ആംബുലിയർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇതിന്റെ ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താണ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, കൊണ്ടുപോകുന്ന രീതിയിലാണ് അല്ലെ. സോ അങ്ങനെ വരാൻ കാരണം റെഫറൻസ് എവിടെ നിന്നാണെന്ന് അറിയോ? പണ്ട് കാലത്ത് നമ്മൾ രോഗികളെ പേഷ്യൻസ് നമ്മൾ എങ്ങനെയാ കൊണ്ടുവരുന്നേ? അന്ന് വെഹിക്കിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. എങ്ങനെയാ ചെയ്യാ? ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെ, നമ്മൾ എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്നത്തെ ഏതെങ്കിലും തരത്തിലുള്ള വെഹിക്കിൾ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊണ്ടുപോകും. വീലിംഗ് അല്ലെ, അതിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ക്യാരി ചെയ്യും, ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് പൊതുവെ പണ്ട് അങ്ങനെ ചെയ്യാം. സോ അതുകൊണ്ട് ആ ഒരു വേർഡിൽ നിന്നാണ്, ആ ഒരു റെഫറൻസിൽ നിന്നാണ് ഈ പറയുന്ന ആംബുലൻസ് എന്ന് പറയുന്ന പേര് വന്നത്. അത് പേര് വന്നത് ലാറ്റിൻ വേർഡായ ആംബുലർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. പഠിച്ചു വെക്കുക കേട്ടോ, അത് മസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, there are so many types of ambulance. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ട്. അത് ഇതൊക്കെയാണ് നോക്കാം. road going ambulance, then air going ambulance, water going ambulance. Okay, എന്താണ് road going ഉണ്ട്, അതായത് നമ്മുടെ റോഡ് ത്രൂ നമ്മൾ പോകുന്ന അല്ലെ. then പിന്നെ എന്താണ് പറയുന്ന എയർ ഗോയിങ് അല്ലെ, എയർ അറിയാലോ, ഫ്ലൈറ്റ്സ് ആകാം, ഹെലികോപ്റ്റേഴ്സ് ആകാം, ഹെലികോപ്റ്റർ ആകാം. then വാട്ടർ ഗോയിങ് അല്ലെ, നമ്മുടെ പുഴ വഴിയൊക്കെ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മളിപ്പോ സിറ്റിയാണ് അല്ലെ, സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മൾ മോസ്റ്റ്ലി പോകുന്നത് റോഡ് ത്രൂ ആണ് അല്ലെ. എല്ലാവരും പോകുന്ന റോഡ് വഴിയല്ലേ ആണല്ലോ. അതെ, റോഡ് വഴിയാണ് എല്ലാവരും പോകുന്നത്. ഇനിയിപ്പോ ലക്ഷദ്വീപ് ആണെങ്കിലോ, ലക്ഷദ്വീപിൽ എങ്ങനെയാ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്? ഐലൻഡ്സ്, ഐലൻഡ്സ് എയർക്രാഫ്റ്റ് ത്രൂ ആണ്. അറിയാലോ, നിങ്ങൾക്ക് സിനിമയെ കണ്ട് അറിയാലോ അല്ലെ. എയർക്രാഫ്റ്റ് ത്രൂ ആണ്. ബോട്ടോ, ലക്ഷദ്വീപിലൊന്നും ബോട്ടില്ലാട്ടോ, ഒരു വഴിയൊക്കെ എത്തിക്കേണ്ട കണ്ടീഷനാണ്. സോ മോസ്റ്റ്ലി അവര് നമ്മള് എടുക്കുന്നതാണ് എയർ ഗോയിങ് ആംബുലൻസ് ആയി, എയർക്രാഫ്റ്റ്. ഐലൻഡ്സിൽ മീൻസ് ലക്ഷദ്വീപിൽ അങ്ങനെ ഒരിതില്. അല്ലാതെ നോർമലി ഐലൻഡ്സ് ഇപ്പൊ പറയുന്ന പോലെ ആലപ്പുഴ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ നമുക്ക് അവിടെ എന്താണ് വാട്ടർ ഗോയിങ് എടുക്കാം, ബോട്ട്, ഷിപ്സ് അങ്ങനെ എടുക്കാൻ പറ്റും. ആലപ്പുഴ ആലപ്പുഴയിലൊക്കെ അങ്ങനെ വാട്ടർ ഗോയിങ് ആണ്. അപ്പൊ ഓരോ നമ്മള് താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് എവിടെയാണോ ഒരു ബേസ് ഇതായിരിക്കും ആംബുലൻസ് സർവീസ് ഉള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. These are the 3 types of ambulance services. Clear? അതെന്തൊക്കെയാണ്? മോട്ടോർസൈക്കിൾ ആകാം, ബൈസൈക്കിൾസ് ആകാം, ബസ്സസ് ആകാം, അതാണ് റോഡ് ഗോയിങ്. ആൻഡ് എയർ ഗോയിങ് ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ് ഇതൊക്കെ ആകാം. ആൻഡ് വാട്ടർ ഗോയിങ് ബോട്ട്, പിന്നെ ഹോസ്പിറ്റൽ ഷിപ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം, നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ച് ടെക്സ്റ്റ്. നിങ്ങൾക്ക് ഓർമ്മ വരും കേട്ടോ. എയർ ഗോയിങ് ആംബുലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ലക്ഷദ്വീപാണ്. സിനിമ പറയുകയാണെങ്കിൽ ഏതാ മൂവി ഏതാ? അയ്യോ, അനാർക്കലി അല്ലേ അല്ലേ. അപ്പൊ എയർ ഗോയിങ് എന്ന് പറയുമ്പോൾ ചെറുപ്പം അങ്ങനെ അനാർക്കലി ഓർമ്മ വരും, ലക്ഷദ്വീപ് ഓർമ്മ വരും. വാട്ടർ ഗോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴ, ഓക്കെ, ആലപ്പുഴ ഓർമ്മ വരും. അത് റോഡ് ഗോയിങ് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നതാണ് അല്ലെ, കണക്ട് ചെയ്യാൻ ആവശ്യം. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആയോ? മനസ്സിലായോ? ആംബുലൻസ് എന്താണെന്നും ആംബുലൻസ് എങ്ങനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചെറിയൊരു ബ്രീഫ് നോട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എത്ര ടൈപ്സ് ഓഫ് ആംബുലൻസ് സർവീസ് ഉണ്ട്, ആൻഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഓക്കെ ആണല്ലോ, മനസ്സിലായി വിശ്വസിക്കുന്നു. സ്പീഡ് കൂടിയോ? സ്പീഡ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇപ്പോ എന്റെ എന്റെ ആ ഒരു ടോക്കിംഗ് അല്ലെങ്കിൽ ഓഫ് ടീച്ചിങ് നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് തോന്നുന്നു. നിങ്ങൾ മീൻസ് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ടൈം കണ്ടതുപോലെയല്ല, നമ്മളിപ്പോ ഒരുപാട് ക്ലാസ് പരിചയപ്പെട്ടു. എന്റെ വേ ഓഫ് ടോക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്പീഡ് തോന്നിക്കാതെ കേട്ടോ. ഞാൻ നോർമലി പറയുന്ന പോലെ എപ്പോഴും പറയുന്നുണ്ട് സ്പീഡ് ഉണ്ട് ഇല്ലെന്ന് പറയരുത്. ഇല്ലേ, എനിക്ക് സ്പീഡില്ലേ, ഞാൻ സംസാരിക്കുന്ന സ്പീഡിലല്ലേ. പക്ഷെ എന്താണ്, നിങ്ങളെ എന്റെ പെട്ടി, അതാണ് സത്യം. ഓക്കെ, എന്താണ് പോയ വഴി പോയ വഴി അടിച്ചില്ലെങ്കിൽ അടിച്ചു വഴി പോവാൻ അന്ന് പറയില്ലേ, അറിയില്ല. അതേപോലെയാണ് ഇപ്പൊ. സ്പീഡ് ഉണ്ടോന്ന് ചോദിച്ചാൽ സ്പീഡ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതാണ് അവസ്ഥ. ഓക്കെ ആണല്ലോ, ക്ലാസ് ഓക്കെ ഇല്ലേ, ചുമ്മാ തമാശ പറഞ്ഞാണേ. ഏറ്റവും സ്പീഡ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, സ്ലോ ചെയ്യാം. ഓക്കെ ആണ്. അപ്പൊ നോക്കാം. എക്കോ ക്ലാസ് സ്പീഡ് കുറവാണ്, ക്ലാസ് ആണോ? അതെന്താ എക്കോ ക്ലാസ് കുറവ്? അതാ ഞാൻ പറഞ്ഞ സ്പീഡ് കുറവാ, മനസ്സിലായോ? ചില നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കാം, ക്ലാസ് ആണല്ലോ. അത് ശരിയാ. ഓക്കെ, അപ്പൊ എന്റെ കുഴപ്പമല്ല കേട്ടോ, എന്റെ കുഴപ്പമല്ല. ഓക്കെ, ചിരിച്ചിരുന്നോ, ചിരിച്ചിരുന്നോ. എനിക്ക് പോഷൻ തീർക്കാനുണ്ട്. ഓക്കെ, ക്ലാസ് ശ്രദ്ധിക്കും. മതി, ഞാൻ സംസാരിച്ചോണ്ടേയിരിക്കും, അതുകൊണ്ട് വിട്ടേക്കും, വിട്ടാതിരിക്കാൻ. ഓക്കെ, കുറച്ചുകൂടെ പോഷൻ തീർക്കാനുണ്ട്. അത് കഴിയാനാകുമ്പോ കുറച്ച് പോർഷൻസ് ഒക്കെ കഴിയാറാകുമ്പോ നമുക്ക് സംസാരിക്കാം. ഒരുപാട് മതി. എന്ത് മനസ്സിലായല്ലോ? വിദ്യ എന്താ പറഞ്ഞേ? മനസ്സിലായില്ല എനിക്ക്. വിദ്യ എന്താ പറഞ്ഞേ? സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പോ? ഫുൾ സ്റ്റോപ്പ് നിർത്തി പറയണതാണോ? മനസ്സിലായില്ല. പറയൂ, നിങ്ങള് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഇനി വേണ്ടില്ല, സംസാരിക്കൂ കേട്ടോ. നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി പറയുന്ന ആ ഒരു കോംപ്ലക്സ് മാറണ്ടേ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ ടീച്ചർ എന്ന് പറയാനായിട്ട് അങ്ങനെ നോക്കണ്ട, നമുക്ക് ഫ്രണ്ട്ലി ടോക്ക് മതി. എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് സംസാരിച്ചോളൂ. മറ്റു ടീച്ചേഴ്സ് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് തിരക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ പക്ഷെ ക്ലാസ് ഓക്കെയാണ്, ക്ലാസ് പോകുന്നുണ്ട്, അതിനെക്കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മിലു മിസ് ഒഴിച്ച് ബാക്കി എല്ലാവരും അവസരമൊക്കെ തരും മിസ് സംസാരിക്കാൻ. കേട്ടില്ല? മിലു മിസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അങ്ങനെ സംസാരിക്കാനായിട്ട് അവസരമൊക്കെ തരാറുണ്ട്. ആണോ? മിലു മിസ്സിനോട് പറയാം സംസാരിക്കാൻ അവസരം തരാൻ. പറയണോ? അയ്യോ വേണ്ട വേണ്ട മിസ് ദേഷിക്കും. സംസാരിക്കാൻ ആരാ ചെയ്യുമ്പോൾ? മിലിയോ മിസ്സിന്റെ മെയിൻ ടാർഗറ്റ് ആണ് ഹരിത. മെയിൻ ടാർഗറ്റ് ആണ് ഹരിത. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതാ എന്താ പഠിച്ചോന്ന് അറിയാനാ എനിക്ക്. എപ്പോഴും നമ്മൾ ഡൗട്ട് ചോദിക്കാറില്ല. അങ്ങനെ ഡൗട്ട് ചോദിക്കാറില്ല ഇപ്പൊ. മാം ഹരിത മിലു മിസ്സിന്റെ അടുത്ത് അങ്ങനെ ഡൗട്ട് ചോദിക്കാറില്ല. അതുകൊണ്ട് നല്ലതല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് പഠിക്കും. ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലല്ലേ? ശരാ, പറയണ്ടേ? മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ മിസ്സേ, എന്നാലും ഞങ്ങൾക്ക് ഒന്നും കൂടി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയിപ്പിച്ചാലോ, പഠിച്ച കാര്യങ്ങൾ പറയിപ്പിച്ചാലോ. റെക്കോ ക്ലാസ് കാണുമ്പോൾ ബോറടിക്കും മിക്കവാറും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതെ. ഞാൻ പൊതുവെ ക്ലാസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയോ നോർമലി എടുക്കുന്നത്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ഒരു വിശ്വാസം വരും. അത് കുറച്ചൊരു ഈസി മെത്തേഡാണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്തു പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെ വായിച്ച് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡൗട്ട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞത് മനസ്സിലാകണ്ടേ, അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി ഡൗട്ട് ചെയ്യല്ലേ. ഓട്ടപ്പുള്ളിയൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി വീണ്ടും ചോദിക്കുന്നേ ഉള്ളൂ. ഡൗട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. നമുക്കൊരു ക്ലിയർ ആവണമല്ലോ, എങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അത് മനസ്സിലായോ എന്ന് അറിയണ്ടേ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഡൗട്ടായിട്ട് ചോദിക്കുന്നതല്ല. ഓക്കെ,
അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെന്ന്? ഇല്ല, അങ്ങനെ മിസ്സുമാരൊന്നും ബുദ്ധിമുട്ടല്ല. അപ്പൊ ഇവിടെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ, പിന്നെ ഡൗട്ടായിട്ട് ചോദിച്ചത്. അത് നമുക്ക് മനസ്സിലായോ? കാരണം പറഞ്ഞ ക്ലിയർ ആയോ എന്ന് അറിയണ്ടേ. നമുക്ക് മനസ്സിലാകാത്ത ഭാഗമാണെങ്കിൽ ഒന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്നതാ. പക്ഷെ നല്ലതാണ്, ഡൗട്ട് ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ അതിനെ തെറ്റ് പറയുന്നില്ല. ഡൗട്ട് ചോദിക്കുന്നവർ പഠിക്കുന്നു എന്നാ പറയുന്നത്. പഠിക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവർക്കാണ് ഡൗട്ട് വരും. അല്ലാത്തവർക്ക് ഡൗട്ട് വരുമോ? ഇല്ല അല്ലെ? അത്രേ ഉള്ളൂ. നല്ലതാണ്. പക്ഷെ ഹെൽത്തി എല്ലാവർക്കും അറിയാം കേട്ടോ. എനിക്ക് എല്ലാവർക്കും അറിയാൻ ഹെൽത്തി. HA23 ഹെൽത്തി അറിയാത്ത ആരുമില്ല. അത് ഹെൽത്ത് ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം ഹെൽത്തി. അതായത് നേരിട്ട് വരുമ്പോൾ കാണുകയും ചെയ്യാലോ. നമ്മൾ വന്ന് സംസാരിക്കണം. എല്ലാവരും കോൺവെക്കേഷന് കാണുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കണം കേട്ടോ. സംസാരിക്കാൻ പേടിച്ചിരിക്കരുത്. ടീച്ചേഴ്സിനെ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ ഈ കാണുന്നതിന് മുമ്പ് ആയിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ വ്യത്യാസം വരും. എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, വന്ന് സംസാരിക്കാം. ഓക്കെ, തിരിച്ച് സംസാരിക്കുമോ എന്നൊന്നും ചിന്തിക്കണ്ട. ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സംസാരിച്ചു. ഓക്കെ, അപ്പൊ അത് മതി മതി മതി. ഇനി ഒന്നും കേട്ടോ. കഴിഞ്ഞു സംസാരം കഴിഞ്ഞു. പോഷൻ തീർച്ചാനുണ്ട്. എല്ലാവർക്കും അറിയാം. ഇൻട്രാക്ഷൻ വേണം. ഓക്കെ, എന്നോട് ഇൻട്രാക്ഷൻ വേണമെന്ന് പറയില്ല കേട്ടോ. ക്ലാസ് നിങ്ങൾ തന്നെ പറയും, മിസ് ഇൻട്രാക്ഷൻ മതി, ക്ലാസ് എടുക്കുമെന്ന് പറയും. ഓക്കെ, ഫ്രണ്ട്ലി ആവുമ്പോൾ രസമാണ്. അതെ അതെ, എനിക്ക് പോഷൻ തീർക്കട്ടെ. ക്ലാസ് നിങ്ങൾ പറയും മിസ് സ്പീഡിൽ പോയിട്ട് പറയും, മിസ് ഒത്തിരി സ്പീഡാണ് മിസ് ചെയ്യാൻ പറയും. നിങ്ങൾ രണ്ടും പറയും. ഓക്കെ, അതൊന്ന് കുറച്ചെടുക്കാം, കുറച്ച് ഇൻട്രാക്ട് ചെയ്യാം, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അത് മതി, പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ മതി മതി മതി. ഇപ്പൊ ഒരു ആശ്വാസം കിട്ടിയില്ലേ? ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ മാറിയില്ലേ? എനർജറ്റിക് ആയി ഇപ്പൊ. ഇത് ശ്രദ്ധിച്ചു. ഓക്കെ, ഇനി ഫങ്ഷണൽ ടൈപ്സ്. എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആംബുലൻസിന്റെ ഫങ്ഷൻസ് നോക്കാം കേട്ടോ. എമർജൻസി ആംബുലൻസ് എന്താണ്? ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് which gives care to patients without a critical illness or injury. These can be road-going vans, boats, helicopters, fixed wings, aircraft, or even converted vehicles such as golf cars. ഇപ്പോ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് എന്താ? ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് പേഷ്യൻസിനെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അല്ലെ, നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ നമ്മള് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നത് എമർജൻസി ആംബുലൻസ് ആണ്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എമർജൻസി ആംബുലൻസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഉള്ള പേഷ്യൻസിനെ കെയർ ചെയ്യാനും അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് എന്ത്? എമർജൻസി ആംബുലൻസ്. അത് എന്തും ആകാം കേട്ടോ. ഇപ്പൊ പറയുന്ന പോലെ റോഡ് ഗോയിങ് വാൻസ് ആകാം, ബോട്ട്സ് ആകാം, ഹെലികോപ്റ്റേഴ്സ് ആകാം, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ആകാം. Okay, ഇനിയിപ്പോ or even converted vehicles such as golf carts ആകാം. ഈ ഗോൾഫ് കാർട്സ് എന്താന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടില് ആ ഒരു വെഹിക്കിൾ മോഡൽ ഞാൻ പറഞ്ഞത് അതാന്ന് വിചാരിക്കണം. എയർപോർട്ടിൽ നമ്മള് കണ്ടിട്ടുണ്ടോ? എയർപോർട്ടിനകത്ത് കുറച്ച് വെഹിക്കിൾ പോകുന്ന കണ്ടിട്ടുണ്ടോ? അതാട്ടോ ഗോൾഫ് കാർട്സ് എന്ന് പറയുന്നത്. അതും സംടൈംസ് എമർജൻസി ആംബുലൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോ ആംബുലൻസ് നല്ല ചിലപ്പോ ഏതുതരം വെഹിക്കിളും അങ്ങനെ ചെയ്യില്ല അല്ലെ. അപ്പൊ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ തേടി നമ്മൾ പോവാം. ഓക്കെ, അപ്പൊ എമർജൻസി ആംബുലൻസ് എന്ന് പറയുമ്പോൾ എന്തും ആകാം. റോഡ് ഗോയിങ് വാൻസ് ആകാം, ബോട്ട്സ് ആകാം, ഹെലികോപ്റ്റേഴ്സ് ആകാം, എയർക്രാഫ്റ്റ്സ് ആകാം, ഗോൾഫ് കാർട്സ് ആകാം, എന്തും ആകാം. അത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മള് പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ കെയർ കൊടുക്കുന്ന ഒരു ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അത് യൂഷ്വൽ മോഡാണ് കേട്ടോ. യൂഷ്വൽ മോസ്റ്റ് യൂഷ്വൽ മോഡ് ആംബുലൻസ് ആണ് എന്ത്? എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്താണ് എമർജൻസി ആംബുലൻസ് എന്നുള്ളത് അല്ലേ? The most usual mode of ambulance which gives care to patients with a critical illness or injury. These can be road-going vans, boats, helicopters, fixed-wing crafts, even converted vehicles such as golf carts. Okay, clear ആണ്. ഇങ്ങനെ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കിയാല് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണ് എന്നർത്ഥം. Patient transport ambulance. A vehicle which has the duty of transporting patients to from or between locations of medical treatment, such as hospital or dialysis center, for non-urgent care. These can be vans, buses, or other vehicles.
ഇത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് അതാ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ് ആണ് അല്ലെ. അതും ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല, നോൺ അർജന്റ് കെയർ, ഒരു അർജന്റ് കെയർ അല്ല. ഇത് നമുക്ക് ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റേഴ്സിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിക്കൽ പേഷ്യൻസിനല്ലാതെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അല്ലാത്ത രോഗികളുണ്ടല്ലോ അല്ലെ, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ്. അത് മെഡിക്കൽ ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ആയിരിക്കാം മേബി. സോ അതിപ്പോ ഹോസ്പിറ്റൽ ആകാം, ഡയാലിസിസ് സെന്റർ ആകാം. ഓക്കെ, അത് അത്രയും അർജന്റ് കെയർ ആവശ്യമില്ലാത്ത പേഷ്യൻസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോ അത് പറയുന്ന പോലെ വാൻസ് ആകാം, ബസ്സസ് ആകാം, അതർ വെഹിക്കിൾസ് ആകാം. അപ്പോ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എമർജൻസി ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഈ ആ സർജറി കഴിയുന്നവരൊക്കെ അതാണ് അത്രയും അർജന്റ് അല്ലാത്തവരെ പേഷ്യൻസ് ആണ്, എല്ലാവരും പേഷ്യൻസ് ആണ്. അപ്പൊ അതിൽ തന്നെ ക്രിട്ടിക്കൽ പേഷ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ നോൺ അർജന്റ് പേഷ്യൻസ് ഉണ്ട്. സോ അങ്ങനെ അത്രയും അർജന്റ് അല്ലാത്ത പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ് ആണ്. യാ അങ്ങനെയൊക്കെ അറിയാം, നമുക്ക് അറിയാലോ, അത്രയോ. ഇപ്പൊ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് എന്തായാലും പറയുന്നത് ലൊക്കേഷനിലേക്ക് നമ്മൾ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. നേരിട്ട് ഈ പറയുന്ന പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്ലിയർ. Yes, clear. Okay, and third one is ambulance bus. A huge ambulance, usually based upon a bus chassis based from a car that can move out and transport a great number of patients. ഒരുപാട് പേഷ്യൻസിനെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, വലിയൊരു ബസ് ആയിരിക്കും, വലിയൊരു ബസ് ആണ്. അതിന് ഒരുപാട് പേഷ്യൻസിനെ അങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ഓക്കെ, ക്ലിയർ. Then charity ambulance. Charity എന്താ അറിയാലോ അല്ലെ? A peculiar mode of patient transport ambulance is given by charity for the purpose of taking sick children or adults or outings or vacations away from hospitals, then a hospice or care homes where they are in long-term care. Examples include the United Kingdom's Jambulance project. These are commonly based on a bus. Charity ambulance കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണാറുണ്ടല്ലോ അല്ലെ? പുതിയ പോവാറുണ്ട്, റോഡിലൂടെ നമുക്ക് പോകുന്ന കാണാറുണ്ട്. അത് എന്താണ് പ്രത്യേകിച്ച് എന്താണ് അസുഖങ്ങള്, അതിപ്പോ ഓക്കെ, അപ്പൊ ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോ നമുക്ക് എന്താണ് പറയുന്ന കെയർ ഹോംസ് ഉണ്ട് അല്ലെ, കെയർ ഹോംസ് ഉണ്ട്. അതുപോലെ തന്നെ പറയുന്ന കുട്ടികളുടെ ആണെങ്കിലും അനാഥാലയങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെ. അഡൽട്സ് ആയിക്കോട്ടെ, ചിൽഡ്രൻസിന് കെയർ ഹോംസ് ഉണ്ട്, കെയർ ഹോംസ് ഉണ്ട്. അതുപോലെ സിക്കായവരെ നമ്മൾ കെയർ ചെയ്യുന്ന കുറച്ച് എന്താണ് സെന്റേഴ്സ് ഉണ്ട്. സോ അവിടെ നിന്നുള്ള പേഷ്യൻസിനെ നമ്മൾ വെക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലേക്കോ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പോ കെയർ ഹോംസ് ആകാം, ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഇപ്പോ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലൈഫ് അവസാനിക്കുന്ന ഒരു അഭയകേന്ദ്രം. അഭയകേന്ദ്രം. അപ്പൊ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് കെയർ ആയിരിക്കും. മനസ്സിലായോ? സ്പെഷ്യലൈസ്ഡ് കെയർ ആണ്. കംഫർട്ട് ആയിരിക്കാം, ഡിഗ്നിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ
അതായത് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അവസാനിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാകും. മനസ്സിലായി? അത്രയും അസുഖം ബാധിച്ചിട്ട് എല്ലാ അവരുടെ ജീവിതം അവസാനിക്കുന്ന ആ എൻഡ് ഓഫ് ലൈഫ് അല്ലെ, അങ്ങനെ കെയർ ചെയ്യുന്ന കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. അതായത് ഒട്ടും വയ്യാത്തവരെയും കെയർ ചെയ്യുന്ന കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. അതെന്തോ ആവട്ടെ, കെയർ ഹോം ആകാം, ഹോസ്പിറ്റൽസ് ആകാം, എന്തും ആവാം. ഓക്കെ, ഇപ്പൊ കെയർ ഹോം ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് അറിയാലോ, എന്താണ് അഡൽട്സ് ആയിക്കോട്ടെ അല്ലെ, അമ്മമാര് വയസ്സായവരായിക്കോട്ടെ, ഏജിലായവരും കുട്ടികളായിക്കോട്ടെ, കെയർ ഹോംസ് ഉണ്ട്. അവിടെയും കുട്ടികൾക്ക് വയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ പ്രായമായവരാണ് വയ്യാത്തവരുണ്ടാകും. സോ അവർക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട കെയറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. അവരെ മെഡിക്കലി കെയർ ചെയ്യണം, അവരുടെ കംഫർട്ട് ആകണം. സോ ചിലപ്പോ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളുമായിരിക്കാം അത്. അങ്ങനെ കെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് പറയുന്നത് എന്ത്, ഹോസ്പിസസ് എന്ന് പറയുന്നത് കേട്ടോ. അത് കണ്ടിട്ട് പേടിക്കണ്ട. ഹോസ്പിസസ് ഓൾ കെയർ ഹോം എന്ന് പറയാൻ കാരണം എന്താണ്? കെയറിംഗ് ആണ്, മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് കെയറിംഗ് ആണ്. സോ അവര് മനുഷ്യന്മാരാണ്, എത്ര രോഗമാണെന്ന് പറഞ്ഞാലും അവര് മനുഷ്യന്മാരാണ്. അവർക്കും എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ടേ? സോ അങ്ങനെ വെക്കേഷൻസിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുറത്തു പോകാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽസ് രോഗമായിട്ടോ എന്തെങ്കിലും ഹോസ്പിറ്റൽസിലോ ഒക്കെ പോകാനാണെങ്കിൽ അവർക്ക് വണ്ടി വേണ്ടേ, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടേ? സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അത് എന്ത് തരത്തിലുള്ള അസുഖങ്ങളായിക്കോട്ടെ, വെക്കേഷൻസ് ആയിക്കോട്ടെ, എവിടെ എങ്ങനെയല്ല ഔട്ടിങ്സ് ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും അവിടെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേം വന്നത് ഇത് ലോങ് ടൈം കെയർ ആണ്. അറിയാലോ, കെയർ ഹോംസിലും ഒക്കെ എന്താണ് ലോങ് ടൈം കെയർ ആണ്. അവരുടെ മരണം വരെ നമ്മൾ കെയർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കൊണ്ടുപോകാൻ അല്ലെ, അവർക്ക് എൻജോയ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കെയറോ എന്തിനെങ്കിലും അവരുടെ ആവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പ്രൊജക്ട് ഇപ്പോ ഈ എന്താണ് ജംബുലൻസ് എന്ന് പറയുന്ന UK-യിലെ ജംബുലൻസ് പ്രൊജക്റ്റിൽ നിന്നാണ്. ജംബുലൻസ് പ്രൊജക്ടിന്റെ പേരാണ് കേട്ടോ ജംബുലൻസ്. അതിന്റെ മീനിങ് ചോദിക്കുന്നത് എനിക്ക് അറിയില്ല. ആ ഒരു പ്രൊജക്ടിന് UK അവരിട്ടിരിക്കുന്ന ഒരു പേരാണ് ജംബുലൻസ് പ്രൊജക്ട്. ഓക്കെ, അപ്പൊ UK-യിലെ ജംബുലൻസ് പ്രൊജക്റ്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ അവർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് include United Kingdom's Jambulance project. These are commonly based on a bus. ഒരു ബസ് ആയിരിക്കും, ആംബുലൻസ് ആയി പ്രവർത്തിക്കുന്നത് ബസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 1, 2, 3, 4 4 മനസ്സിലായോ? ക്ലിയർ? Yeah. Okay. Then next one. Bariatric ambulance. Bariatric ambulance, a peculiar mode of patient transport ambulance designed for extremely overweight patients equipped with the proper tools to move and manage the Jambulance meaning എന്ത് പറഞ്ഞത്? ജാംബുലൻസ് മീനിങ് എന്ത് പറഞ്ഞത്? ജംബുലൻസ് മീനിങ് അല്ല, അതായത് ആ പ്രൊജക്ടിന്റെ ഒരു പേരാണ് കേട്ടോ. Yeah. Book next one. The fifth one is bariatric ambulance. Bariatric ambulance എന്ന് പറയുന്നത് നമ്മുടെ ഓവർവെയിറ്റ് ആയി കഴിഞ്ഞ കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും അല്ല, ഓവർവെയിറ്റ് ആയ ഹ്യൂമൻ ബീങ്സ് ഉണ്ടല്ലോ, ഒരുപാട് വണ്ണമുള്ളവരൊക്കെണ്ടല്ലോ. സോ അവർക്ക് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാനുള്ള ഒരു ആംബുലൻസ് ആണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഉള്ളതും അതുമായി ഇപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും എക്യുപ്മെന്റ്സ് ഉള്ള ഒരു ആംബുലൻസ് ആയിരുന്നു വേണ്ടത്. കാരണം നമുക്ക് എടുത്തു പോകാനും പറ്റില്ല അല്ലെ, നമുക്ക് പറ്റുന്നതല്ല. അപ്പൊ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സും വേണം. സോ എക്യുപ്മെന്റ്സും ടൂൾസും ഉള്ള തരത്തിലുള്ള ഒരു ആംബുലൻസ് ആണ് എന്ത് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. എന്താണ് ഓവർവെയ്റ്റഡ് ആയ പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസും കൂടിയാണ് കേട്ടോ. അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആംബുലൻസ് കൂടിയാണ്. നിങ്ങൾക്ക് ഒരു ഫിലിം അറിയോ? ഏത് ഫിലിമാണ്? ദേവിയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, മനസ്സിലായോ നിങ്ങൾക്കത്? നിശ്ചയപ്പെടില്ല. ഓക്കെ, അതിൽ ആ ഒരു ലേഡിയെ ആംബുലൻസ് കയറ്റുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഒരു പിക്ചർ ഓർത്ത് വെക്കുന്നുണ്ട്. കുറച്ച് വണ്ണുള്ള ഒരു ലേഡി ഉണ്ടല്ലോ, അവര് താഴെ വീഴുമ്പോ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകുകയും. സോ അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ആംബുലൻസ് കൂടെയാണ്. നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നാല് അവരെ കൊണ്ടുപോകാനല്ലേ, അത് നമുക്ക് എടുക്കാനും പറയുന്ന ആംബുലൻസിനൊക്കെ നമുക്ക് പേഷ്യൻസ് നമുക്ക് എന്തെങ്കിലും കേട്ടണമല്ലോ.
അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും ടൂൾസ് ഒക്കെ ഉള്ള തരത്തിലുള്ള ആംബുലൻസ് അവർക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് കൂടിയാണ് എന്താ ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ആ പേര് കിടക്കുമ്പോൾ തന്നെ അറിയാലോ, പ്രത്യേകിച്ച് പറയണം അല്ലെ. Collects the bodies of individuals who have died suddenly from heart attacks, accidents, and other emergencies and try to preserve the organs. പെട്ടെന്ന് മരിച്ച രോഗികളുടെ ഓർഗൻസ് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് എന്താ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. അതിപ്പോ ഹാർട്ട് അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ ആക്സിഡൻസ് ആകാം, അല്ലെങ്കിൽ അതർ എമർജൻസീസ് ആകാം. സോ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഓർഗൻസ് അല്ലെ, നമ്മുടെ ബോഡി ഓർഗൻസ് കൊണ്ടുപോകാൻ അല്ലെ, അത് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാൻ തരത്തിലുള്ള ഒരു ആംബുലൻസ് ആണ് ഇന്ന് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. And the last one is a psychiatric ambulance. Ambulance committed to treat psychiatric emergencies. Psychiatric patients ne kondupoganum aa oru emergency, psychiatric emergency handle cheyanum use cheyyunna oru ambulance aanu psychiatric ambulance ennu parayunnathu. Okay, clear? Ambulance is also an ambulance. Okay, adondu ambulance ennu choikkana. Appo ee 7 types of ambulance edukeyanu vaichu nokki. So introduction vare ambulance 7 types വരെ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, ഓക്കെ, കഴിഞ്ഞല്ലോ, മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ? ഓക്കെ, then സിക്സ്ത് ഒന്നുകൂടെ പറയാം. സിക്സ്തോ റാപ്പിഡ് ഓർഗൻ. റാപ്പിഡ് ഓർഗൻ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ എന്താണ് ഹൃദയം മാറ്റി ശസ്ത്രക്രിയ കിടക്കില്ലേ,
ഓക്കെ, അപ്പൊ ഈ ഹൃദയം എവിടെന്നാ കൊണ്ടുപോകുന്നത്? ഒരു പേഷ്യന്റ് ആയിരിക്കുമല്ലോ അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ഹൃദയം മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയാ കൊണ്ടുപോവാ? ട്രാഫിക് സിനിമ നടത്തിയത്. ട്രാഫിക്കിൽ എങ്ങനെയാ ഓർഗൻ കൊണ്ടുപോകുന്നുണ്ടോ? ആംബുലൻസില് കൊണ്ടുപോകുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? അതാണ്, ഇത്രയേ ഉള്ളൂ. അതാണ് ആംബുലൻസ്. ഓക്കെ, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഓക്കെ, നമ്മുടെ ഓർഗൻസ്, ബോഡി ഓർഗൻസ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ എത്തണം, അത്രയും അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. അത് പ്രിസർവ് ചെയ്യണം അല്ലെ, ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ, അല്ലാതെ ചുമ്മാ എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ആംബുലൻസ് ആണ് ഓർഗൻസ് കൊണ്ടുപോകാൻ വേണ്ടി. ട്രാഫിക് സിനിമ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓരോ കാര്യങ്ങൾക്കും ഓരോ ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ടെന്ന് മനസ്സിലായിരിക്കോ? എമർജൻസി സർവീസിലുണ്ട്, അതുപോലെ നോർമലി ഇപ്പോ ക്രിട്ടിക്കൽ അല്ലാത്ത അല്ലെ പേഷ്യൻസിന് കൊണ്ടുപോകാൻ ആംബുലൻസ് ഉണ്ട്. അതുപോലെ സൈക്യാട്രിക് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉണ്ട്. പിന്നെ ഓവർ വെയ്റ്റഡ് ആയ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉണ്ട്. ഓർഗൻസ് കൊണ്ടുപോകാൻ ആംബുലൻസ് ഉണ്ട്. ചാരിറ്റി അല്ലെ, ചാരിറ്റി പരമായിട്ട് കൊണ്ടുപോകുന്ന അവരെ പറയുന്ന അഡൽട്സ് ആയിക്കോട്ടെ ചിൽഡ്രൻസ് ആയിക്കോട്ടെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആംബുലൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എത്ര തരം ആംബുലൻസ് ആയിപ്പോ? അതുപോലെ തന്നെ ഒരുപാട് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ നമ്പർ ഓഫ് പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉണ്ട്. അങ്ങനെ 7 types ഓഫ് ആംബുലൻസസ് ആണ് നമുക്ക് ഇപ്പോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓരോ പേര് കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ഏത് ആംബുലൻസ് ആണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് ഓരോ പേര് കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരണം. മനസ്സിലായോ? ആലോചിച്ച് നോക്കി, ഞാൻ പറയാം, ഓരോ പേര് ഞാൻ പറയാം, കിട്ടുന്നുണ്ടോ നോക്കട്ടോ. ഓക്കെ, സൈക്യാട്രിക് ആംബുലൻസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, then charity ambulance. Okay, then bariatric ambulance. ഇത് കുറച്ചൊരു ട്രിക്കി നെയിമാണ്, ഓർമ്മിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. Okay, then rapid organ recovery ambulance. Organ കേട്ടാൽ അറിയാലോ. Emergency ambulance. Patient transport ambulance. Ambulance bus. എല്ലാരും പഠിച്ചു. എല്ലാരും പഠിച്ചു. വെരി ഗുഡ്. പഠിച്ചു കേട്ടോ. കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, സന്തോഷമായല്ലോ എല്ലാവർക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കണം, സിമ്പിൾ ആയിട്ട് പഠിക്കുക. കാണുമ്പോൾ നമുക്ക് ഭീകരമായിട്ട് തോന്നുമെങ്കിലും അത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാമോ, അയ്യോ ഇത് എന്താണ് എന്ന് നോക്കും. പക്ഷെ അത് പറഞ്ഞു വരുമ്പോ, ക്ലാസ്സിൽ ടീച്ചേഴ്സ് അത് പറഞ്ഞു വരുമ്പോ ഇത്രയും ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണോ? പൊതുവെ അങ്ങനെയല്ലേ? അല്ലെന്നാണോ? അതുപോലെ എല്ലാവരും ഇതെങ്ങനെയുണ്ട്, ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? കാണുമ്പോൾ ഭീകരമായിട്ട് തോന്നുമെങ്കിലും ക്ലാസ് എടുത്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിൾ ആണോ? അപ്പൊ എല്ലാ ചാപ്റ്ററും പറയുന്നില്ല ഈ ചാപ്റ്റർ ഓക്കെയാണ്, എല്ലാ ചാപ്റ്ററും അല്ല അങ്ങനെ മിസ്സേ എന്നാണ് അല്ലേ? അതാണ് സത്യം. മനസ്സിലായിരുന്നു? എല്ലാ ചാപ്റ്ററും എനിക്ക് അറിയില്ല, പക്ഷെ ഈ ചാപ്റ്റർ ഓക്കെയാണ്. ഓക്കെ, ഹിയർ നെക്സ്റ്റ് നോക്കട്ടോ. ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ടൈപ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഓക്കെ, ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ അല്ലെ, നമുക്ക് എന്തെങ്കിലും ലെവൽ കെയർ ആണ് കൊടുക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിരിക്കും ആംബുലൻസ് ഏതാണ് നോക്കാൻ കേട്ടോ. ഒരു സ്റ്റേറ്റ്സ് ഒക്കെ ഓക്കെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ അല്ലെങ്കിൽ ആംബുലൻസ്, റോഡ് ആംബുലൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ടൈപ്പ് എ ഏതാണ്? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോൺസർ അല്ലെ. ക്രിട്ടിക്കൽ സ്റ്റേജോ ഒക്കെ വരുവാണെങ്കിൽ
ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഉണ്ടല്ലോ അല്ലെ, അതാണ് ഫസ്റ്റ് വൺ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഫോംഡ് ആസ് പെർ CMVR. CMVR പ്രകാരം രൂപീകരിച്ച ഒരു ഇതാണ് എന്താ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ആംബുലൻസ് സ്കീം or ambulance. Okay, not able to carry patients who are lying horizontally with the face and torso facing up. Torso facing up നമുക്ക് കേൾക്കുമ്പോൾ പേടിക്കണ്ട കേട്ടോ. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ എന്താണ്? മുഖവും ശരീരവും എന്താണ്? എങ്ങനെയാണ് കിടക്കുക? ഹൊറിസോണ്ടലി എന്താ മീനിങ് എന്താ പറഞ്ഞേ കേക്കട്ടെ. ഹൊറിസോണ്ടലി എന്താ? ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ, നീളത്തിൽ നേരെ കിടക്കുന്ന രോഗികളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യൻസ് who are lying horizontally with the face and torso facing. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ നേരെ കിടക്കുന്ന രോഗികളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് അല്ല അത്. ഓക്കെ, മനസ്സിലായോ? Not to avail medical facilities inside the vehicle. നമുക്ക് വെഹിക്കിളില് ഇത്രയും മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ കൂടെ അത്യാവശ്യം നമുക്ക് ലൈഫ് മെയിൻറ്റെയിൻസ് അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്താ വേണ്ടേ? നമുക്കൊരു CPR കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം അല്ലെ? ഒരു പറയുന്ന എല്ലാ സർവീസും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ആംബുലൻസ് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ആയിട്ടല്ലേ ആദ്യം കൊണ്ട് ചെല്ലുന്നത് ഈ ആംബുലൻസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യാ? പേഷ്യൻസിനെ പെട്ടെന്ന് രക്ഷിക്കണം. മീൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാനൊന്ന് നോക്കണം. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് മാത്രമാണ് ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസിലുള്ളത്. രോഗികൾക്ക് കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല. മനസ്സിലായോ? ക്ലിയർ? അപ്പോ നമുക്ക് CPR കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് പറയുന്നത് ഓക്സിജൻ മാസ്ക് കൊടുക്കാം. അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം. അതൊരു എക്സാമ്പിൾ സിനിമ ഞാൻ പറഞ്ഞിട്ടെ, ഫസ്റ്റ് കൊടുക്കാൻ. അത് കണക്ട് ആവുന്ന അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതി. നമുക്ക് രാജാറാണി മൂവി ഉണ്ടല്ലോ, രാജാറാണി മൂവി അല്ലെങ്കിൽ നസ്രിയൊക്കെ ആക്സിഡന്റ് പറ്റുമ്പോൾ വരുന്ന ആംബുലൻസ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ഓക്കെ, പെട്ടെന്ന് വരുന്നതാണ്. എന്നിട്ട് അവർ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ, ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് അവര് കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. മനസ്സിലായോ? ഇങ്ങനെ ഓരോ ഫിലിം പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ? കൊള്ളാല്ലേ? ഇഷ്ടമല്ലേ? എനിക്കും അത് പെട്ടെന്ന് കണക്ട് ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മടക്കിനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓരോ സിനിമ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ആംബുലൻസ് ഓർമ്മ വരും. CPR അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള ട്രീറ്റ്മെന്റ്സുമാണ്. അതാണ് കേട്ടോ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഏതാണ്? ടൈപ്പ് B, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. നോർമലി ഉള്ള ഒരു വെഹിക്കിൾ. Normally crewed by staff with lesser qualifications than the crew of emergency ambulance. Duty of transporting patients to from or between places of medical treatment such as hospitals. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള സ്റ്റാഫ് ആയിരിക്കില്ല ഉള്ളത്. കാരണം പേഷ്യൻസിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതല്ലേ, അവിടെ നമ്മൾ ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരിക്കില്ല. അതായത് എമർജൻസി ആംബുലൻസിലുള്ള പോലത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ക്രൂസ് ആയിരിക്കില്ല ഈ പറയുന്ന ആംബുലൻസിലുള്ളത്. ഇതെന്താണ് അവരുടെ ഡ്യൂട്ടി? എന്താ? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക ഇങ്ങോട്ട്, ഒന്നില്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി മാത്രമാണ് അവർക്കുള്ളത്. സോ അത്തരത്തിലുള്ളൊരു പറയുന്ന ആംബുലൻസ് ആണ് എന്ത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ടൈപ്പ് നമ്പർ 2 ആൻഡ് ടൈപ്പ് B. ഓക്കെ, ക്ലിയർ? അപ്പൊ A ടൈപ്പ് മനസ്സിലായി, B ടൈപ്പ് മനസ്സിലായല്ലോ. ഫസ്റ്റ് റെസ്പോണ്ടർ എന്താണെന്ന് മനസ്സിലായി, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്താണെന്ന് മനസ്സിലായി. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ്. അതിലുള്ള സ്റ്റാഫ്സ് അത്ര ഹൈ ക്വാളിഫൈഡ് സ്റ്റാഫ്സ് ആയിരിക്കില്ല, അതായത് എമർജൻസി ആംബുലൻസ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? രണ്ടാമത്തെ പറയാം. അതായത് ഇത് ഞാൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് നോർമലി ഒരു പേഷ്യന്റിനെ നമ്മള്
കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ക്രിട്ടിക്കൽ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ പേഷ്യന്റ് കുറച്ച് എന്താണ് അവർക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ക്രിട്ടിക്കൽ സ്റ്റേജോ അങ്ങനെയൊന്നുമില്ല, ഹോസ്പിറ്റലിൽ എത്തണം. സോ അങ്ങനെ എത്താൻ വേണ്ടി ആ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടാകും. ആ സ്റ്റാഫ് അവരെ മെഡിക്കലി കെയർ ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ ഉള്ള ക്വാളിഫൈഡ് ആയ ഒരു സ്റ്റാഫ് ആയിരിക്കില്ല. മനസ്സിലായോ? ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്റ്റാഫ് ആയിരിക്കും. അവരുടെ ഉദ്ദേശം എന്താണ്? ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. And C type number 3, basic life support ambulance. A vehicle designed for efficiency and comfort in the working environment, suitably equipped and suitably staffed for the transport and treatment of patients requiring non-invasive airway management basic monitoring. It's arranged with the life support equipment like an oxygen cylinder, BP monitor and stethoscope. അതായത് പേഷ്യൻസിനെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. പറഞ്ഞ പോലെ അവരൊന്ന് ഒന്ന് കംഫർട്ട് ആക്കാം, മീൻസ് അത്യാവശ്യം അവരെ അവരുടെ ഹെൽത്ത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാതെ നമ്മൾ നോക്കണം. സോ അത്തരത്തിലുള്ള ഈ പറയുന്ന എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് അതുമായി ബന്ധപ്പെട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാഫ്സും ഉള്ള ഒരു ആംബുലൻസ് ആയിരിക്കും. അതായത് ആ വെഹിക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അവർക്ക് കംഫർട്ട് ആണ്, കുറച്ച് എഫിഷ്യൻസി ആയിരിക്കും. മീൻസ് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനും അത്തരത്തിലുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ് അവിടെ കൊടുക്കാനും പേഷ്യന്റിനെ കെയർ ചെയ്യാനും പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനും പറ്റുന്ന എക്യുപ്മെന്റ്സ് കൂടെ ഉള്ള ഒരു ആംബുലൻസ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ അവർക്ക് സപ്പോസ് ഇപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെ എയർവേ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ ആ ടൈമിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ വഴി നമ്മൾ ഓക്സിജൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ BP പ്രഷറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേരിയേഷൻസ് വരാണെങ്കിൽ അത് ചെയ്യാനുള്ള മോണിറ്റേഴ്സ്, സ്റ്റെതസ്കോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ബേസിക് സപ്പോർട്ട് ആണ് കൊടുക്കുക. ഈ ആംബുലൻസ് കൊടുക്കുന്നത് പേഷ്യൻസിന് ഒരു ബേസിക് സപ്പോർട്ട് ആണ്. അതാണ് എന്താ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യൻസിന് നമ്മൾ ബേസിക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് എന്താ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാകും, BP മോണിറ്റേഴ്സ് ഉണ്ടാകും, സ്റ്റെതസ്കോപ്സ് ഉണ്ടാകും, പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുന്ന സ്റ്റാഫ്സ് ഉണ്ടാകും. ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസ് ആണ്. ഇതാണ് ടൈപ്പ് നമ്പർ 3. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ടൈപ്പ് നമ്പർ 4, advanced level support ambulance, also known as cardiac care ambulance. A vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management intensive monitoring. This is equipped with advanced life support machines such as defibrillator, ECG machine, ventilators, oxygen cylinders, pulse oximeter, and resuscitation kit, then a suction machine, nebulizer, and BP apparatus. മനസ്സിലായോ? അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ബേസിക് സപ്പോർട്ട് ആണെങ്കിൽ ഇവിടെ എന്താണ് അഡ്വാൻസ് ലെവൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങൾ ഈ പറയുന്ന ആംബുലൻസിൽ ഉണ്ടാവണം. ഓക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ അതായത് മെയിൻലി കാർഡിയാക് കെയർ ആംബുലൻസ് ആണ്. കാർഡിയാക് പേഷ്യൻസിന് അതായത് അറ്റാക്ക് വന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആംബുലൻസ് സർവീസ് കൂടിയാണ്. അത്രയും നമ്മൾ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ. സോ അവിടെ എന്തൊക്കെയായിരിക്കും വേണ്ടത്? നന്നായിട്ട് ഹൈലി ക്വാളിഫൈഡ് ആയ സ്റ്റാഫ്സ് ഉണ്ടാകും, എക്യുപ്മെന്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ അല്ലാതെ പോകുന്ന വഴിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് എന്താ ടൈപ്പ് നമ്പർ 4. ഓക്കെ. ഇതിൽ എന്തൊക്കെ മെഷീൻസ് ആണ് ഉണ്ടാവുക? Defibrillators അറിയാലോ,
ഹേർട്ടുമായി കണക്ട് ചെയ്യുന്നതാണ് അല്ലെ. ഹേർട്ടിന്റെ തുടിപ്പ് നമ്മള് എന്താണ് അറിയാലോ, അതൊക്കെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അറിയോ? ഇല്ലെന്ന് പറയോണ്ടിരിക്കുമ്പോ അറിയില്ല. ആ അറിയോ? ഓ സമാധാനം. പിന്നെന്താ, BCG മെഷീൻ ഉണ്ടാകും, വെന്റിലേറ്റേഴ്സ് ഉണ്ടാകും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാകും, പൾസ് ഓക്സിമീറ്റേഴ്സ് ഉണ്ടാകും, then resuscitation kit ഉണ്ടാകും, then section മെഷീൻ ഉണ്ടാകും, defibrillator and BP apparatus. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ആംബുലൻസിൽ ഉണ്ടാവുക. അതായത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആണ് കൊടുക്കേണ്ടത്. അഡ്വാൻസ് ലെവൽ സപ്പോർട്ട് ആണ് പേഷ്യൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ മെഷീൻസും ഈ പറയുന്ന ആംബുലൻസ് സർവീസിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ ഉണ്ടാകും. മനസ്സിലായോ? ഇതാണ് ടൈപ്പ് നമ്പർ 4. 1, 2, 3, 4 ടൈപ്സ് ക്ലിയർ ആയോ? Clear? Okay, that's all. ഇത്രയുള്ളൂ. Okay, so നന്നായിട്ട് നോക്കിയിട്ട് വരും കേട്ടോ. മനസ്സിലായോ? എല്ലാവരും നോക്കിയിട്ട് വരൂ. ഫസ്റ്റ് കൂടി നോക്കാം. ടൈപ്പ് നമ്പർ 4 വരെ ചെക്ക് ചെയ്യുക. നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് കുറച്ചൊന്ന് കണ്ടെത്താൻ നോക്കണ്ട. അങ്ങനെ നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്ന ഡൗട്ട്സ് എല്ലാം നമ്മൾ ഒരിക്കലും മറക്കില്ല. എപ്പോഴും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കും കേട്ടോ. ക്ലിയർ ആണല്ലോ? നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. സ്പീഡ് ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ? കുറച്ചൊരു കംഫർട്ടബിൾ ആയിരുന്നു. റിലാക്സ് ചെയ്ത് ക്ലാസ് എടുത്തു. കുറച്ച് റിലാക്സ് ആയിരുന്നു, കുറച്ച് ചിരിച്ചു, കുറച്ച് എൻജോയ് ചെയ്തു, ക്ലാസ് എടുത്തു അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, പാട്ട് ചൊന്നില്ലല്ലോ? ഇല്ല, എൻജോയ് ചെയ്തു. വി ഓൾസോ എന്തായിരുന്നു? വി ഓൾസോ എന്താ പറഞ്ഞ? വി ഓൾസോ എൻജോയ്ഡ് എന്നാണ്. ഓക്കെ ഓക്കെ, വി ഓൾസോ എൻജോയ്ഡ്. ഒരു ലെറ്റേഴ്സ് മാറിപ്പോയാലും വേറെ മാറിപ്പോകും അല്ലെ? ഓക്കെ, അപ്പോ ഇടയ്ക്ക് ഇങ്ങനെ അഡ്മിറ്റൊക്കെ ചെയ്ത് സംസാരിക്കണോട്ടോ എല്ലാവരും. കുറച്ചൊക്കെ സംസാരിക്കാം. പോർഷൻസ് ഒക്കെ ഒന്ന് ഇരുന്നത് ആവട്ടെ കേട്ടോ. ഈ ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ എന്റെ പോർഷൻ തീർന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ആണ്, അറിയാലോ അല്ലേ? എക്സാമിന് വേണ്ടി ആരും ടെൻഷൻ അടിച്ചിരിക്കണ്ട കേട്ടോ. പേടിക്കണ്ട, സിമ്പിൾ അല്ലേ? മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കൂ നന്നായിട്ട്. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ടെക്സ്റ്റ് ആയിരിക്കോ? മോക്ക് ടെസ്റ്റിൽ മോക്ക് ടെസ്റ്റ് എന്നായിരിക്കോട്ടോ വരാം മോസ്റ്റ്ലി. ആരോടും പറയണ്ട, ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, പഠിക്കും. മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കൂ. ടെസ്റ്റ് നന്നായിട്ട് വായിച്ചു കൊടുക്കും കേട്ടോ. പേടിക്കണ്ട, ചുമ്മാ ഒരു ചെറിയൊരു എക്സാം അല്ലേ, അത് കഴിഞ്ഞ് പോകോളൂ. ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചാൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ മറക്കും. അങ്ങനെയാണ്. ഓക്കെ, അറിയില്ല എന്തോ മിസ് ടെക്സ്റ്റ് വരൂലേ മോക്ക് ടെസ്റ്റിൽ? ഗൈഡ് എന്നല്ലാണ്ട് ടെക്സ്റ്റ് ഒന്നും വരാൻ ചാൻസ് ഉണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ്? ടെക്സ്റ്റ് ചെയ്താണോ ക്വസ്റ്റ്യൻ വരുന്നത്? ആണോ? ടെക്സ്റ്റ് വായിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കൂ, ഗൈഡ് പഠിക്കൂ, കുറച്ച് ഫോക്കസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് പഠിക്കൂ കേട്ടോ. ഓക്കെ, clear? That's all. Time ആയി, എനിക്ക് പോകാൻ ടൈം ആയി. 2:30. ആരും കേൾക്കില്ല. ആരും കേൾക്കാറില്ല. അതെ അതെ, ആരും കേൾക്കില്ല. കേൾക്കാറില്ല. ക്ലാസ്സിലും കയറാത്തവരെ ക്ലാസ് കാണാം. അപ്പൊ അവര് പറയും മിസ് എന്തൊക്കെയാ അവിടുന്ന് പറയുന്നത്, മിസ്സിന് ക്ലാസ്സാണ് പോയാൽ പോരെന്ന് ചോദിക്കും. മനസ്സിലായോ? അവരെ ചിന്ത ഞാൻ കേൾക്കേണ്ടി വരും. താങ്ക് യു മാം. അപ്പൊ നിങ്ങൾ താങ്ക് യു മാം. മനസ്സിലായി? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത മിലിമിസ് ആണ്. മിലിമിസിനോട് പറയണോ? പറയണോ? കാര്യം പറയണോ? വേണ്ട വേണ്ട, ചതിക്കല്ലോ മിസ്. ഞാൻ ആലോചിക്കട്ടെ കേട്ടോ, പറയണോ വേണ്ടത് ആലോചിക്കട്ടെ. ഓക്കെ, so thank you all. See you next class. ഞാനാണ് മറക്കരുത്, ഇംഗ്ലീഷ് ക്ലാസ് അല്ല, ഞാനാണ്. ഓക്കെ ഓക്കെ, ബൈ ജോൺ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.